ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ മുതൽക്കുള്ള വീഡിയോ ആണ് ഞാനിന്ന് എടുത്തിട്ടുള്ളത്. രാവിലെ എണീച്ചു വന്ന് കിച്ചണിൽ കയറിയിട്ട് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 6:45 ആ ഒരു ടൈമിലാണ് കേട്ടോ അപ്പോൾ ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവ മദ്രസയിൽ പോയിട്ടില്ല കേട്ടോ. ഇവ എണീച്ചിങ്ങാണ്ട് പല്ലേക്കും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഓൾക്ക് ദോശ ചുടുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നില്ലേ ഓള് അങ്ങനെ പോകുമ്പോൾ ഒന്നും കഴിക്കലൊന്നും ഇല്ല എന്നുള്ളത്. അങ്ങനെ ഒന്നും കഴിക്കുകയൊന്നും ചെയ്യാണ്ട് പോയിട്ട് മദ്രസയിൽ പോയ ആൾ ഭയങ്കര ഉറക്കം തൂങ്ങലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉസ്താദ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ ഉറക്കം തികയണില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ വേറൊന്നുമല്ല, ആൾ ഞാൻ കിടക്കാണ്ട് രാത്രി കിടക്കൂല, നേരത്തെ എത്ര കിടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവ കിടക്കൂല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനത് ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇവാനെ ഒരു 9-9:30 ആകുമ്പോഴേക്കും ഞാൻ കിടത്തും. എന്നിട്ട് രാവിലെ കുറച്ച് നേരത്തെ എണീപ്പിച്ചിട്ട് ഇതേപോലെ ചായയും പിന്നെ എന്തെങ്കിലും ഒരു ദോശ എന്തെങ്കിലുമൊക്കെ കഴിപ്പിച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ പറഞ്ഞയക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉറങ്ങലില്ല എന്നാണ് ഓൾ വന്ന് പറയാറ് കേട്ടോ. ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ രാത്രി വൈകി കിടക്കുന്നതുകൊണ്ടാണ് ആൾക്ക് ഉറക്കക്ഷീണം ഉണ്ടാവുന്നത്. പൊതുവെ എല്ലാ മക്കളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലേ. ഇനിയിപ്പോൾ ഓൾക്കുള്ള ദോശ ചുട്ടുകൊടുത്തതിന് ശേഷം ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കുക. ആദ്യം വിചാരിച്ചു പൂരി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് പിന്നെ വിചാരിച്ചു വേണ്ട ചപ്പാത്തി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ വെള്ളമൊക്കെ ചൂടാക്കിങ്ങാണ്ട് ഇതാ മാവ് കുഴച്ചെടുക്കാമെന്ന്. ചില ടൈമിൽ ഞാനിതുപോലെ വെള്ളം ചൂടാക്കിയിട്ട് കുഴക്കും. ചില ടൈമിൽ ഞാൻ വിചാരിക്കും പച്ചവെള്ളത്തിൽ തന്നെ കുഴക്കാമെന്ന് വിചാരിച്ചിട്ട് പച്ചവെള്ളത്തിൽ തന്നെ കുഴക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പത്തിരിക്ക് വാട്ടുന്ന പോലെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അതൊന്നുകൂടെ സോഫ്റ്റാണ്, അതൊന്നുകൂടെ ഇവിടെ ഇഷ്ടമാണ് കേട്ടോ. ഇന്നെന്തോ ഇങ്ങനെ ഉണ്ടാക്കാൻ തോന്നി. ഞാൻ പറഞ്ഞല്ലോ വെള്ളം തിളപ്പിക്കുമ്പോഴടക്കം ഞാൻ പൂരി ഉണ്ടാക്കണം എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. പക്ഷേ തിളപ്പിച്ച് മാവൊക്കെ പാർന്നതിന് ശേഷം എൻ്റെ ഉദ്ദേശം മാറിപ്പോയി കേട്ടോ. അങ്ങനെ അതാ ഉരുള കുറച്ച് അധികമായി പോയിട്ടുണ്ട് കേട്ടോ. എടുത്ത മാവ് അത് മുഴുവനായിട്ടൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് വേണ്ട അത്യാവശ്യം വേണ്ടത് നമുക്കറിയാലോ അത്രേ വേണ്ടതെന്ന്. അതെടുത്തതിന് ശേഷം ബാക്കി മാവ് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാ ഇവ ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നിട്ടുണ്ട്. ഇപ്പോൾ ആൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തലേ ദിവസത്തെ കിഴങ്ങ് കറി ഉണ്ടാക്കിയത് കുറച്ച് ബാലൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽക്ക് ഇവിടെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് കടല കൂടെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കടലയും കിഴങ്ങ് കറിയും കൂടെ ഒന്നിച്ചാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തിയെടുക്കാമെന്ന്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. കമൻസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒരുപാട് പേര് മറക്കാറുണ്ട്. അപ്പോൾ അത് ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. എൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനിയിപ്പോൾ ഞാൻ ഈ പറയുന്ന ടൈമിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് കമൻറ്റും ലൈക്കും ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ ബാക്കി വീഡിയോ ഇരുന്ന് കാണുക കേട്ടോ. അല്ലെങ്കിൽ വീഡിയോ മുഴുവൻ കണ്ടു തീരുമ്പോൾ പിന്നെ നിങ്ങളത് മറന്നു പോയാലോ. ഇനിയിപ്പോൾ ചപ്പാത്തിയൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ കാസറോളിൽ ഇങ്ങനെ അടച്ചു വെക്കും കേട്ടോ. എന്നാൽ ഒന്നുകൂടെ ചപ്പാത്തി സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു കുക്കറിൽ ഞാൻ കടല വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് അവിടെ കിടന്നങ്ങാണ്ട് വിസിലടിക്കുന്നുണ്ട്. വെറും വെള്ളവും ഉപ്പും ഇട്ടുങ്ങാണ്ടാണ് കേട്ടോ കടല വേവിച്ചെടുക്കുന്നത്. എന്നിട്ട് ആ കിഴങ്ങ് കറിയിലേക്ക് ഇട്ടുങ്ങാണ്ട് അങ്ങ് തിളപ്പിച്ച്, കിഴങ്ങ് കറി അത്യാവശ്യം നല്ല കുറുക്കനുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇട്ടുങ്ങാണ്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചപ്പാത്തി ചുടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ ഞാനും അയാനക്കുട്ടിയും ഉമ്മായും കൂടെയാണ് കേട്ടോ ചായ കുടിക്കുന്നത്. എന്താ കിടക്കണു എടി? എന്താ കിടക്കണ? ഈ എന്താ കിടക്കണത്? അപ്പോൾ ചായ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം അയനക്കുട്ടി അവിടെ ഇങ്ങനെ വെറുതെ കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ ഈ ഇവിടെ ഇങ്ങനെ കിടക്കണോ എന്നൊക്കെ ചോദിച്ചിങ്ങാണ്ട് ആളിതാക്കുമായിരുന്നു. പിന്നെ എന്താ പറയുക, ഞാൻ കിച്ചണിൽ വന്നതിന് ശേഷം നമ്മൾ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ മമ്പയർ ഉണ്ടായിരുന്നു വാങ്ങിച്ചത്. എനിക്കാണെങ്കിലും ഇവിടെ കാക്കുവിൻ്റെ ഫാമിലി മീൻസ് ഇവിടെ ഉമ്മ ഉപ്പ താത്തമാർ അതുപോലെ തന്നെ മൂത്തശ്ശിക്കാണെങ്കിലും എനിക്കാണെങ്കിലും കാക്കുവിന് അങ്ങനെ ഇവിടെ എല്ലാവർക്കും
ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തെങ്കിലും ഒരു കൂട്ടാൻ അത് നിർബന്ധമാണ് കേട്ടോ. 10 മണിക്ക് കഞ്ഞിക്കാണെങ്കിലും ഉച്ചക്കാണെങ്കിലും ഇനിയിപ്പോൾ ഇറച്ചി മീനും ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എന്തെങ്കിലും ഒരു കൂട്ടാൻ വേണം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും മിക്സഡ് ആയിട്ടുള്ള കൂട്ടാൻ വെക്കുമ്പോൾ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു കൂട്ടാനായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ കൂട്ടാൻ എന്ന് പറയുന്നത് വൻപയർ ഉണ്ടല്ലോ, അതും ചേനയാണ് കേട്ടോ. ചേനയും കൂടെ കൂട്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കിച്ചണത്തെ പാത്രങ്ങളൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ലഞ്ച് പ്രിപ്പറേഷന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ മമ്പയർ അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ മമ്പയർ എന്നാട്ടോ പറയുക, ചില നാട്ടിൽ വൻപയർ എന്ന് പറയും. ഒറിജിനൽ പേര് അതാണ്, വൻപയറാണ്. പക്ഷേ നമ്മൾ പറയുന്നത് മമ്പയർ എന്നാട്ടോ പറയുന്നത്. അപ്പോൾ അത് നമ്മളിതാ വേവിക്കാൻ വെച്ചതിന് ശേഷം പിന്നെ അതിലേക്കുള്ള ചേനയൊക്കെ അധികം കുക്കിംഗ് ടൈം ഇല്ലല്ലോ, വൻപയറിന് കുറച്ച് കുക്കിംഗ് ടൈം ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം അത് ആദ്യം വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ചേനയൊക്കെ ഞാൻ ചെറുതാക്കി കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതും കൂടെ വൻപയറൊന്ന് വെന്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പച്ചമുളകും ഉപ്പും കൂടെ ഇട്ടുങ്ങാണ്ട് വേവിച്ച് തൂമിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒന്ന് കറി വെക്കുന്നത് വെണ്ടക്ക കറിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള വെണ്ടയ്ക്കയും കൂടെ ഒന്ന് കട്ടാക്കിങ്ങാണ്ട് എടുക്കുകയാണ്. അപ്പോൾ കട്ടിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുക്കിങ്ങിന് നിൽക്കുമ്പോൾ അധികം പണിയില്ല. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കിങ്ങും കഴിഞ്ഞങ്ങാണ്ട് 10 മണിക്ക് എന്തെങ്കിലും കഞ്ഞി കുടിക്കാറില്ല, ചോറും കഴിച്ചിങ്ങാണ്ട് അങ്ങനെ പിന്നെ അവിടെ കുത്തിരിക്കും. പിന്നെ ഉള്ള പണികളൊക്കെ പെൻഡിങ് ലിസ്റ്റിലായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റും നല്ല രീതിയിൽ നടക്കും, ലഞ്ചും നല്ല രീതിയിൽ നടക്കും. ഈ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തുടക്കലും കാര്യങ്ങളൊക്കെ ഞാൻ 2 ദിവസം കൂടുമ്പോഴോ ഒക്കെ ആണ് തുടക്കാറ്. അടിച്ചു വാരൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് ചെയ്തിടും എന്നല്ലാണ്ട് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പിന്നെ വൈകുന്നേരം വരെയും ഈ ഒരു ഇരുത്തം കടത്തം അതന്നെ ആയിരിക്കും കേട്ടോ. വേറെ പ്രത്യേകിച്ച് പണിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ള ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു കിച്ചണത്തെ കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ ഉണ്ടാവാറുള്ളൂ കേട്ടോ. പുറത്തതോ ഉള്ളിലത്തതോ ആയിട്ടൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പോൾ അത് കാരണം വീഡിയോ എടുക്കാനും ഒക്കെ ഇനി മടിയാവുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ വീഡിയോക്കും വലിയ എന്താ പറയുക പുരോഗമനമൊന്നും ഇല്ലാത്തത് കാണുമ്പോൾ ഒരു സങ്കടം, ഉള്ളിലൊരു സങ്കടം എന്ന് പറയുമല്ലോ. സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. മാഷാഅല്ലാഹ് അതിലൊരുപാട് സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ അതാ വെണ്ടക്കക്കറിയൊക്കെ അവിടെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അതാ ചേന ഇട്ട് കൊടുത്ത് പച്ചമുളകും ഉപ്പും കൂടെ ഇട്ട് കൊടുത്തെങ്ങാണ്ട് കുക്കർ അടച്ചു കൊടുത്തിട്ട് നല്ല പോലെ വെന്ത് വരുന്ന രീതിയിൽ എന്ത് ചെയ്യാം, വേവിച്ചെടുത്തിട്ട് താളിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറയുക കാക്കൂൻ്റെ മൂത്ത പെങ്ങളുണ്ട് കേട്ടോ. താത്തയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ വലിയ താത്തയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താത്താക്ക് എന്തെങ്കിലും ആയിട്ട് കൂട്ടാൻ വെക്കും കേട്ടോ. താത്ത ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ താത്താക്ക് അങ്ങനെ കൂട്ടാൻ. താത്ത വന്നിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൂട്ടാൻ വെക്കും. ചക്കയൊക്കെ ഉണ്ടെങ്കിലൊക്കെ താത്ത ആരുടെയും സഹായമാണ് കേട്ടോ. താത്ത തന്നെ ഒറ്റയ്ക്ക് ഒരു ചക്ക ആണെങ്കിൽ മുഴുവനും നന്നാക്കി ഇങ്ങാണ്ട് വെക്കും കേട്ടോ. വെച്ചിട്ട് എല്ലാവർക്കും കൂടെ ഇരുന്ന് തിന്നണമൊക്കെ താത്താക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ എന്ത് കൂട്ടാണ്ടാക്കുമ്പോഴും ആദ്യം ഓർമ്മ വരും താത്താനെയാണ് കേട്ടോ, ഇവിടുത്തെ വലിയ നാത്തൂനെ. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് വഴുതനങ്ങ ഉണ്ടല്ലോ അതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെങ്ങാണ്ട് നീളത്തിൽ കട്ട് ചെയ്തെങ്ങാണ്ട് മസാലയൊക്കെ തേച്ച് പുരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ്. ഇത് ചിലർ മീൻ പൊരിക്കുന്ന പോലെ പൊരിക്കാറുണ്ട്, ഞാനും അങ്ങനെ പൊരിക്കാറുണ്ട് കേട്ടോ. മീൻ പൊരിക്കുന്ന പോലെ പൊരിക്കാറുണ്ട്. പിന്നെ ഞാൻ ഡീപ്പ് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. പുറത്ത് നല്ല പോലെ മഴ പെയ്യുന്നുണ്ട്, കാരണം നല്ല പോലെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കൊന്നും കൂടെ തോരും, വീണ്ടും അതിൻ്റെ ഇരട്ടി ശക്തിയോടെ പെയ്യും ചെയ്യും കേട്ടോ. അങ്ങനെ കറി റെഡിയായി, കൂട്ടാൻ ചേനയും മൺപയറും കൂട്ടാൻ റെഡിയായി. ഇനിയിപ്പോൾ അതാ ഈ ഒരു വഴുതനങ്ങ ഫ്രൈയും കൂടെ ആയി കഴിഞ്ഞാൽ ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ കറി എടുക്കൂല കേട്ടോ, അത് ഉറപ്പാണ്. കാരണം എനിക്ക് വഴുതനങ്ങ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കൂട്ടിയിട്ട് ചോറിലിട്ട് കൂട്ടി കുഴച്ചിങ്ങാണ്ട് കഴിക്കൂട്ടോ ഞാൻ. അത് കാരണം ഞാൻ ഇന്ന് കറി എടുക്കൂല എന്നുള്ളത് 100%, 101% ഉറപ്പാണ് കേട്ടോ എനിക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടോ നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളും, മഴയൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ പറയുന്നുണ്ടോ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അത് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഉപ്പേരി താളിക്കാനും വെണ്ടക്കക്കറി താളിക്കാനും കൂടെ ഒറ്റ വറവാക്കിയിട്ട് എടുത്തേക്കാണ് കേട്ടോ. കുറച്ച് അധികം ചെറിയുള്ളി തൂമിച്ച് കുറച്ച് കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തു, ബാക്കി ഇതാ കൂട്ടാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അലക്കാൻ നിൽക്കാറ് എൻ്റെ മൂഡിനനുസരിച്ചിട്ടാണ്. ചിലപ്പോൾ ഞാൻ കല്ലിൽ അലക്കാൻ നിൽക്കും, അല്ലാന്നുണ്ടെങ്കിൽ മെഷീനിലിടും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറ്. ഇനി കൂട്ടാനും കൂടെ തൂമിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഉച്ചവരെയുള്ള പണികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് തുടക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ ഉള്ളൊന്ന് ആകെ ഒന്ന് അടിച്ചു വാരി തന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ തുടക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ചില ദിവസം തുടക്കണം എന്ന് വിചാരിച്ചിട്ട് 10 മണിക്ക് ചോറും തിന്നുങ്ങാണ്ട് എന്ത് ചെയ്യും, അവിടെ പോയിരിക്കൂട്ടോ ഫോൺ കൊണ്ട്.
പിന്നെ തുടക്കലും അടിക്കലും ഒന്നും നടക്കലില്ല, അങ്ങനെ ഇരിക്കും. അടിക്കൽ നടക്കും, തുടക്കൽ നടക്കാറില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അത് അന്ന് തുടക്കൽ എന്തായാലും നടന്നിട്ടുണ്ട്. അങ്ങനെ ചളിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവാറൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വിഷയമല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ്, ഇത്രയൊക്കെ തന്നെ ഷൂട്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളോ എന്തെങ്കിലും മാറ്റങ്ങളോ എന്തെങ്കിലും വരുത്തണം എന്നുണ്ടെങ്കിൽ, കൂടുതലായിട്ട് എന്തെങ്കിലും ഉൾക്കൊള്ളണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് താഴെ കമൻ്റായിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്